പാർലമെന്റിന്റെ ചരിത്രത്തിൽ 12 വർഷത്തിൽ ഇത് ആദ്യമായാണ് ഒരു സർക്കാർ ബിൽ പരാജയപ്പെടുന്നത്. 298 പേർ ബില്ലിനെ അനുകൂലിച്ചെങ്കിലും ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 2/3 ഭൂരിപക്ഷം ലഭിക്കാത്തതുകൊണ്ടാണ് ബില്ല് പരാജയപ്പെട്ടത്. വനിതാ സംവരണത്തിന്റെ പേരിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ആക്കുകയാണ് എങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയുമെന്നതാണ് ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിക്കാണിച്ച പ്രധാന പ്രശ്നം. മുത്തലാഖ്, വഖഫ് നിയമ ഭേദഗതി, പൗരത്വ നിയമം തുടങ്ങിയ സങ്കീർണമായ നിയമങ്ങൾ അനായാസം പാസാക്കിയെടുത്ത സർക്കാരിന് ഇത്തവണ പിഴച്ചു. മുൻകാലങ്ങളിൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടെ വിജയമുറപ്പിച്ചിരുന്ന BJPക്ക് ഇത്തവണ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നത് വലിയ തടസ്സമായി. മണ്ഡല പുനർനിർണയവും മറ്റും ലക്ഷ്യമിട്ടുള്ള ഭേദഗതികൾ പാസായാൽ തങ്ങളുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ അപകടത്തിലാകുമെന്ന തിരിച്ചറിവ് പ്രാദേശിക കക്ഷികളെ പ്രതിപക്ഷത്തോട് ഉറപ്പിച്ചു നിർത്തി. ഇത് മോദി ഷാ യുഗത്തിന്റെ അന്ത്യമാണോ? വനിതാ സംവരണ ബില്ലിനായുള്ള ശ്രമങ്ങൾ വീണ്ടും തുടരുമെന്ന് BJP അറിയിച്ചു. ബില്ലിനെ എതിർത്ത പ്രതിപക്ഷത്തിനെതിരെ സ്ത്രീകളെ അണിനിരത്തി വൻ പ്രക്ഷോഭം നടത്താനാണ് BJP ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം.